സുഹൃത്തുക്കളെ, മൈഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നും ഒരു ട്രയൽ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് 20 വയസ്സ്, 19 വയസ്സ്, 18 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് പ്രൊഫഷണൽ കളിക്കാനുള്ള ഒരു അവസരത്തിനെ പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. കൂടുതൽ വലിച്ചു നെറ്റിയൊന്നും പോകുന്നില്ല, അറിയിക്കാനുള്ള ആളുകളെയൊക്കെ അറിയിച്ചോളൂ. ഇത് കുറച്ച് അത്യാവശ്യം ദൂരമുള്ള ഒരു സ്ഥലത്താണ് ഈ ട്രയൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു ടീമായിട്ട് പോകാൻ പറ്റുന്ന രൂപത്തിൽ നല്ല പ്രൊഫൈലുള്ള പ്ലേയേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ അറിയിച്ചു കൊടുത്തോളൂ. ഓക്കെ, എന്ന് വെച്ചാൽ മെൻഷൻ ചെയ്തോളൂ എന്ന്. അപ്പോൾ എന്തായാലും ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഹിമാലയൻ FC കിന്നൗർ, അതാണ് ക്ലബിൻ്റെ പേര്. ഹിമാചൽ പ്രദേശിലുള്ള ഒരു ക്ലബ്ബാണ്, ഒരു ലോക്കൽ ക്ലബ്ബൊന്നുമില്ല. അവിടെ സീനിയർ ഡിവിഷൻ കളിക്കുന്ന, ഹിമാചൽ പ്രദേശിലെ സീനിയർ ഡിവിഷൻ ലീഗ് കളിക്കുന്ന ടീമാണ്. ഓക്കെ, അപ്പോൾ ആ ടീമിൻ്റെ ട്രയൽ വന്നിട്ടുണ്ട്. 2004 മുതൽ 2007 വരെ വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ട്രയൽ. അപ്പോൾ ഹിമാചൽ പ്രദേശ് ആകുമ്പോൾ ഇത്ര ദൂരമല്ലേ, എങ്ങനെ പോകാമെന്നൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. നിങ്ങളിപ്പോൾ തിരക്കിട്ട് അങ്ങോട്ട് പോകണ്ട, മറിച്ച് നിങ്ങൾ പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ പോകണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, അതായത് 3-ാം തീയതിക്ക് മുന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ നിങ്ങൾക്ക് അവിടെ പോകണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനമാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു QR കോഡ് വെച്ചിട്ട് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷന് വേണ്ടി ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം വരും. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിലും അതിൽ കൊടുക്കുക. നിങ്ങളുടെ പ്ലേയിങ് കരിയറും അതുപോലെ തന്നെ നിങ്ങൾ ആരാണ്, എത്ര ഏജാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാണ്ടാവും. അത് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക, എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അവർ നിങ്ങളുടെ ഈ പ്രൊഫൈലൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യും. അത് അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അവിടെ ആ ട്രയലിന് പങ്കെടുക്കാൻ പറ്റിയ ആളാണെന്ന് അവർക്ക് തോന്നിയാൽ അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്ലബിൻ്റെ ട്രയലിന് പങ്കെടുക്കാം. വീണ്ടും പറയുന്നു, ഇതൊരു അത്യാവശ്യം നല്ലൊരു ക്ലബ്ബ് തന്നെയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവസരം തരുള്ളൂ. അങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ 2 ദിവസത്തെ ട്രയൽ ഉണ്ടാവും. അവിടെ നിന്നിട്ട് 2 ദിവസം നിങ്ങൾ ആ ട്രയലിൻ്റെ ക്യാമ്പിൽ പങ്കെടുക്കണം. അങ്ങനെ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടീമിൻ്റെ ഭാഗമാവാൻ പറ്റും. അപ്പോൾ ഹിമാചൽ പ്രദേശാണ്, അത്യാവശ്യം ദൂരം യാത്ര ചെയ്യാനുണ്ട്. നിങ്ങളോട് ഞാനൊരു കാര്യം വീണ്ടും പറയട്ടെ, ദൂരത്തിൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട. ഇന്ത്യയിൽ ഒരു പ്ലെയറും വീട്ടിൽ നിന്നിട്ട് പ്ലെയർ ആയിട്ടില്ല. ഓക്കെ, ISL ആവട്ടെ, I ലീഗ് ആവട്ടെ, ഇന്ത്യൻ നാഷണൽ ടീം ആവട്ടെ, മറ്റേതെങ്കിലും പ്രൊഫഷണൽ കളിക്കുന്ന ക്ലബ്ബാവട്ടെ, മിനിമം ജില്ലയെങ്കിലും വിട്ടു പോയിട്ട് കളിച്ച ആളുകളെ ഇന്ത്യയിൽ താരങ്ങളായിട്ടുള്ളൂ. അല്ലാത്ത ഒരു കേസ് പോലും എൻ്റെ അറിവിലില്ല. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ മടിക്കേണ്ട. ഇതൊക്കെ ഒരു ട്രിപ്പിൻ്റെ മൂഡിൽ അങ്ങ് പോയി ട്രെയിലൊക്കെ അറ്റൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ അറിയിക്കുന്നത്. സോ ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ചോദ്യം വരുന്നത് എന്താ അറിയോ, വീട്ടിൽ നിന്ന് സമ്മതിക്കാത്ത ആളുകളാണ്, പിന്നെ എങ്ങനെ എത്ര ദൂരത്തേക്ക് ട്രെയിനിന് വിടുകയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. വീട്ടുകാരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി എങ്ങനെയായിട്ട് മനസ്സിലാകുന്നില്ല, എൻ്റെ അടുത്തേക്ക് പറഞ്ഞു നോക്കി, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓക്കെ, ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ്, ഇതിൽ നിങ്ങളുടെ ജോലി സാധ്യത എന്താണെന്ന് വീട്ടുകാർക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളോട് കളിക്കണ്ട എന്ന് പറയുന്നത്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങൾ അല്ലെങ്കിൽ പുതിയ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു. اللاعب الذي ذهب بدون وداع، طبعا بدون وداع، بالتالي جماهير الملكية تردد قل لي لماذا